വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം. മലയാളികൾ വിഷു ആഘോഷിക്കുന്നത് മേടമാസം 1-ാം തീയതിയാണ്. വരാൻ പോകുന്ന ഒരു വർഷത്തിൻ്റെ പ്രതീകമായും വിഷുവിനെ പറയാറുണ്ട്. വിഷുവിനെ കുറിച്ച് വ്യത്യസ്ത ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. ആ ഐതിഹ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടാലോ? ഏവർക്കും രഞ്ജൂസ് മീഡിയ ടെക്കിലേക്ക് സ്വാഗതം. രാവണന്റെ മേൽ രാമൻ നേടിയ വിജയം വിഷുവായി ആഘോഷിക്കുന്നു എന്നതാണ് ഒരു ഐതിഹ്യം. മറ്റൊന്ന് പറയുകയാണെങ്കിൽ നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നത് എന്നാണ്. വേറൊരു ഐതിഹ്യം പറയുന്നത് രാവണന്റെ കൊട്ടാരത്തിനുള്ളിൽ വെയിൽ തട്ടിയത് രാവണന് ഇഷ്ടപ്പെടാത്തതിനാൽ സൂര്യനെ നേരെ ഉദിക്കാൻ രാവണൻ സമ്മതിച്ചില്ലെന്നും തുടർന്ന് രാമൻ രാവണനെ വധിച്ച ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചതെന്നും ഇതിനെ വിഷുവായി ആഘോഷിക്കുന്നു എന്നും പറയപ്പെടുന്നു. മറ്റൊരു ഐതിഹ്യം ഇങ്ങനെയാണ്. കണ്ണനെ തൻ്റെ കളിക്കൂട്ടുകാരനായി കണ്ടിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ മനസ്സിലെ വലിയ ഒരേ ഒരു ആഗ്രഹമായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപം ഒന്ന് കാണണം എന്നത്. അതുമാത്രമല്ല, കണ്ണനോടൊപ്പം കളിക്കണം. അതും ആ കുട്ടിയുടെ ആഗ്രഹമായിരുന്നു. ആ കുട്ടി ആ കാര്യസാധ്യത്തിനായി മാത്രം പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിൻ്റെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ ആ കുട്ടിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സന്തോഷം കൊണ്ട് ആ കുട്ടിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. ശ്രീകൃഷ്ണൻ ബാലനോട് എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചു. നിന്നെ കാണുന്നതല്ലാതെ മറ്റെന്താണ് എനിക്ക് വേണ്ടത് എന്നാണ് ആ കുട്ടി മറുപടി പറഞ്ഞത്. കുട്ടിക്ക് തന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിയ കൃഷ്ണൻ തൻ്റെ അരയിൽ അണിഞ്ഞിരുന്ന അരഞ്ഞാണം ആ ബാലന് സമ്മാനമായി നൽകി. ബാലൻ തനിക്ക് കണ്ണനിൽ നിന്ന് കിട്ടിയ സമ്മാനം എല്ലാവരെയും കാണിച്ചെങ്കിലും ആ കുട്ടിയെ ആരും വിശ്വസിച്ചില്ല. അടുത്ത ദിവസം അമ്പലത്തിലെ പൂജാരി നട തുറന്നപ്പോൾ കണ്ണൻ്റെ അരയിലെ അരപ്പട്ട കാണാതായത് ശ്രദ്ധിക്കുകയും ആ വാർത്ത നാട്ടിൽ പടരുകയും ചെയ്തു. പലരും ആ കുട്ടി കള്ളനാണെന്ന് മുദ്രകുത്തി അപമാനിക്കാൻ തുടങ്ങി. എന്നാൽ ആളുകൾ തൻ്റെ കുട്ടിയെ കള്ളനെന്ന് വിളിക്കുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് സഹിക്കാൻ സാധിച്ചില്ല. ആ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുട്ടിയുടെ അരയിൽ കിടന്നിരുന്ന അരഞ്ഞാണം വലിച്ചെറിഞ്ഞു. അരഞ്ഞാണം ചെന്ന് വീണത് ഒരു കൊന്നമരത്തിലായിരുന്നു. കൊന്നമരം പെട്ടെന്ന് മഞ്ഞ പൂക്കൾ കൊണ്ട് വിരിഞ്ഞ് വളരെ മനോഹരമായി. ഈ മരമാണ് കണിക്കൊന്ന എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ആ ദിവസമാണ് വിഷു എന്നാണ് മറ്റൊരൈതിഹ്യം പറയുന്നത്. വിഷുവിന് കണിയൊരുക്കുമ്പോൾ കൃഷ്ണ വിഗ്രഹത്തിനൊപ്പം കൊന്നപ്പൂക്കൾക്കും പ്രാധാന്യം കിട്ടിയതിന് പിന്നിലുള്ള കാരണം ഇതാണെന്നും പറയപ്പെടുന്നു. വിഷു എങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്നുള്ള വിവിധ ഐതിഹ്യങ്ങളാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. ഈ ഐതിഹ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ശ്രവിച്ച ഏവർക്കും നന്ദി.